ലവ് ആൻഡ് പീസ്, സ്നേഹവും സമാധാനവും ഉണ്ടെങ്കിൽ ഈ ലോകത്തെല്ലാം ആയെന്നാണ് അല്ലേ? ആ സ്നേഹം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് സമാധാനമില്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മളെല്ലാം നയിക്കപ്പെടുന്നത്. കുടുംബത്തിൽ താളം തെറ്റുന്നു, സമൂഹത്തിൽ താളം തെറ്റുന്നു, അതുപോലെ അത് അങ്ങോട്ട് ജില്ലയിലും അതുപോലെ സംസ്ഥാനങ്ങളിലും പടർന്ന് രാജ്യത്തും ലോകത്തിലേക്കും ഈ അസമാധാനത്തിലേക്കുള്ള യാത്ര തുടങ്ങിയാണ്. അതാണ് ഏറ്റവും വലിയ ആപത്ത്. അത് നമുക്കറിയാം. വീടിനുള്ളിലെ ദുരന്തങ്ങളായി ഇപ്പോ ഏറ്റവും കൂടുതൽ എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം ഡ്രഗ്സ്. ഇപ്പോൾ നമ്മളെല്ലാവരും അത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നമുക്കിപ്പോ ടിവിയോ ന്യൂസോ ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എല്ലാവരും ചാനലോ അല്ലെങ്കിൽ സ്വന്തം ഫോണിൽ തന്നെ ന്യൂസൊക്കെ കണ്ടിട്ട് സന്തോഷത്തോടെ ഉറങ്ങിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് അതൊക്കെ സാധ്യമാണോ നമുക്കറിയില്ല. അപ്പൊ സമാധാനത്തിന് വേണ്ടി രവീന്ദ്രനാഥ ടാഗോറിന്റെ പേരിൽ നടത്തുന്ന ഈ ഒരു ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം അവർ ഇന്നിവിടെ ആദരിച്ചിരിക്കുന്ന പെൺകുട്ടികളടക്കം ഒരുപാട് അതുല്യ വനിതകളാണ് ഇന്ന് ആദരിക്കപ്പെട്ടത്. അത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും എപ്പോഴും ഉന്നത തലത്തിൽ നിൽക്കുന്നവരെ മാത്രം ആദരിക്കുകയും അവാർഡ് കിട്ടുന്നവർക്ക് വീണ്ടും ദേശീയ അവാർഡ് കിട്ടിയ പിന്നെ എനിക്ക് ഓസ്കാർ വേണമെന്നാണ് ആഗ്രഹം. പിന്നെ അതൊക്കെ മേലെ ക്യാൻ ഫെസ്റ്റിവലിൽ പോകണമെന്നാണ്. ഇങ്ങനെയാണ് മനുഷ്യന്റെ ആഗ്രഹം കൂടുക. പക്ഷേ ആരും മൈൻഡ് ചെയ്യാത്ത താഴെയിടയിലുള്ള ഒരുപാട് ആളുകൾ, അതായത് അവരുടെ സ്വന്തം അധ്വാനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിച്ച ഒരുപാട് സ്ത്രീകൾ. ഒരു പെൺകുട്ടി അവൾ കോഫി ഷോപ്പ് നടത്തുന്നു, വേറൊരു കുട്ടി അംഗൻവാടി ടീച്ചർ, അതുപോലെ എനിക്കറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുക്കളുടെ ഷീജ, അതുപോലെ കലാറാണി സുഹൃത്താണ്. അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സുൽഫിസാറും എല്ലാം സുഹൃത്തുക്കളാണ്. ചിലപ്പോൾ മേ ബി അവർ തിരക്കുകൾ കൊണ്ടായിരിക്കാം നേരത്തെ ഇൻവൈറ്റ് ചെയ്യാത്തെന്ന് വിചാരിക്കുന്നു. അതിൽ പരാതിയില്ല. കാരണം ഇതൊക്കെ നമ്മൾക്ക് സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന കാര്യമാണ്. കാരണം അവരെടുക്കുന്ന ഒരു എഫേർട്ടും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അഭിനന്ദനാർഹം